ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസ ഫലമാണ്. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന മേടം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അതായത് മേടം രാശിക്കാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ബലവാനായിട്ട് ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അതുമൂലം അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നിച്ച്. എന്നാൽ ഈ മേടം രാശിക്കാർക്ക് സർവ്വവിധ ദൈവാധീനവും ഭാഗ്യവും വിജയ സാധ്യതകളും ഒക്കെ ഉണ്ടെങ്കിലും ഇവർ ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അതിന് ചില അലസതകൾ സൂചകമാണ്. ഏത് കാര്യത്തിനെയും പൊതുവെ ഒരു തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ മന്ദീഭവിപ്പിക്കുന്ന അലസതയുണ്ടാക്കുന്ന ഗ്രഹമാണല്ലോ ശനി. അങ്ങനെയുള്ള ആ ശനി ഈ മേടം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയാണുള്ളത്. അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ശനി ദോഷമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. എന്നാൽ ശനി ദൃഷ്ടി പോലെ തന്നെയാണ് സ്ഥിതിയും. അത് പൂർണ്ണ ദൃഷ്ടിയാണ്. അതുകൊണ്ട് അലസത വരിക, ഇന്നത്തേനുള്ള കാര്യം നാളെ ആട്ടെന്ന് വിചാരിക്കുക. കുറച്ച് രൂപ ഒരാൾ തരാമെന്ന് പറഞ്ഞു, ഉടനെ കൊടുക്കേണ്ട, പലിശയും വേണ്ട എന്ന് പറഞ്ഞു. ഇന്ന് ചെല്ലാമെങ്കിൽ ഇത്ര മണിക്കകം വരാവോ എന്ന് ചോദിച്ചു മേടിക്കാൻ രൂപ. അവർ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, സമയമാകുമ്പം ഇന്നെനിക്ക് ഒക്കുകയില്ല മേടിക്കാൻ, നാളെ വന്നേക്കാം. നാളെ ചെല്ലുമ്പോൾ പണം കിട്ടത്തില്ല. അതാണ് അനുഭവം. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുവെന്ന് മാത്രം. ഇങ്ങനെ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അന്നാരെ വാങ്ങിക്കുകയും അന്നാരം തന്നെ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് വിജയങ്ങൾ ഉണ്ടാകുക. അല്ലാതെ നാളത്തേനോ പിന്നത്തേനോ മാറ്റി വെച്ചാൽ ഈ രാശിക്കാർക്ക് ഒരുപാട് തടസ്സങ്ങളും പരാജയങ്ങളും ഉണ്ടാകും. അത് ഈ ഒക്ടോബർ മാസത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റ് അധിക ക്ലേശങ്ങളൊന്നുമുള്ള സമയമല്ല. ധനാഗമന യോഗമുണ്ട്, തൊഴിൽ വിജയങ്ങളുണ്ട്, ഭാഗ്യങ്ങളുണ്ട്, ദൈവാധീനങ്ങളുണ്ട്, വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലമാണ്. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ നൈസർഗിക ശുഭനാണ്. അത് ഇഷ്ടഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കൂടാതെ ബുധൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ അനുഗ്രഹമുള്ള, അല്ലെങ്കിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഒക്കെ. അങ്ങനെയുള്ള ഗ്രഹങ്ങൾ പോലും ഇപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ മേടം രാശിക്കാരായിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വാങ്ങിക്കണം. തരാമെന്ന് പറയുന്ന സംഗതി വാങ്ങിക്കാതെ പറ്റുകയില്ലല്ലോ. വേണ്ട എന്ന് പറയുന്ന ചില ആൾക്കാരെ നമ്മൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. ആദർശത്തിൻ്റെ പേരിൽ വേണ്ട എന്ന് അഭിമാനപൂർവ്വം പറയും. പക്ഷേ അത് കിട്ടിയാൽ അവർ ഒരു പക്ഷേ നല്ല രീതിയിൽ ഉയർന്നു വരികയും പിന്നീട് ഉണ്ടാകുമ്പോൾ അത് തിരിച്ചു കൊടുത്താൽ മതി, അത് കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയാകുന്നു, അല്ലെങ്കിൽ പത്രത്തിലൂടെയും സുഹൃത്തുക്കൾ മുഖാന്തരവും ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. തൊട്ടടുത്തുള്ള ബാങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുന്നു, പരസ്പര ജാമ്യത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അധിക ജാമ്യങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കുന്നു. അത് കുറേശ്ശെ അടച്ചാൽ മതി, തൊഴിൽ ചെയ്യൂ, വിജയിക്കൂ, പ്രവർത്തിക്കൂ എന്നൊക്കെ സുഹൃത്തുക്കളോ പത്രവാർത്തയോ ഒക്കെ അറിഞ്ഞാലും നമ്മൾ അനങ്ങുകയില്ല. അങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ വിജയിക്കുവാൻ സാധിക്കും? കുടുംബത്തെ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും സമ്പത്തൊന്നും കാണുകയില്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. പിന്നെ ഉയർന്ന രീതിയിൽ ജോലി ലഭിക്കണമെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസവും കാണുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ, വീട് കിട്ടുന്ന അവസരങ്ങൾ, ചിലപ്പോൾ വിദേശത്ത് പോകുവാൻ ഞാൻ സഹായിക്കാം, ഒരു വിസ ഏർപ്പാട് ചെയ്തു തരാം, എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം പോകാം,
നമുക്ക് പോകാം, രക്ഷപ്പെടാം എന്ന് ഒരു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ പറഞ്ഞാൽ അത് നിരസിക്കുക. അങ്ങനെ വന്നാൽ നമുക്ക് വിജയത്തിന് ഒരു കുറവ് സംഭവിക്കും. വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെയാണ്. ദമ്പതികളായിട്ടുള്ളവർ പിണങ്ങി നിൽക്കുന്നവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോടതിയൊക്കെ കയറി നിൽക്കുന്നവരുണ്ടെങ്കിൽ ബന്ധുക്കൾ പറയുന്നത് കേൾക്കത്തില്ല, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കൾ പറയുന്ന കേൾക്കുകയില്ല. പിടിവാശി എടുത്ത് ഏറ്റവും അവസാനം ഡൈവോഴ്സായി കഴിഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള ജ്യോത്സ്യന്മാരുടെ അരികിൽ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അപ്പോൾ ഡൈവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ അത്ര ഗൗരവമായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ക്ഷമിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പിടിവാശിയുടെ പുറത്ത് വീട്ടുകാരുടെ പിടിവാശി, അല്ലെ ബന്ധുക്കളുടെ പിടിവാശി, സുഹൃത്തുക്കളുടെ പിടിവാശി, എൻ്റെ പിടിവാശി എന്നൊക്കെ പറഞ്ഞ് ഡൈവോഴ്സ് ആകും. അതുകൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അലസത വെടിഞ്ഞ് മുൻപോട്ട് പ്രവർത്തിച്ചാൽ ഈ മേടം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. വിദേശത്തായാലും സ്വദേശത്തായാലും നല്ല ജോലി കിട്ടുന്നതിനും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനും ഗൃഹഭാഗ്യവും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള കാലമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ശനിയാഴ്ച വ്രതമെടുക്കാം, അല്ലെങ്കിൽ ശനിയാഴ്ച കുറച്ച് സമയം ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ധ്യാനിക്കാം. പ്രവർത്തനങ്ങളിലൊന്ന് ആക്റ്റീവാകാം. ഉറക്കമൊക്കെ കുറയ്ക്കാം. ഉറങ്ങണ്ട എന്നല്ല, ക്ഷീണം മാറുന്നത് വരെ ഉറങ്ങണം. അതിന് കഴിഞ്ഞ് പിന്നെയും കിടന്നങ്ങ് ഉറങ്ങാൻ പാടില്ല. ഭക്ഷണം ആവശ്യത്തിനൊക്കെ വേണം. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ നമുക്കിപ്പോൾ സമൂഹത്തിൽ കാണാം. വയറൊക്കെ കണ്ടു കഴിഞ്ഞെന്ന് അറിയാം. അതുപോലെ തന്നെയാണ് ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയുള്ള പോക്കൊക്കെ. അതൊക്കെ നിയന്ത്രിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾ അത് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും ഒക്കെ ജാതകം നോക്കണം. അങ്ങനെയുള്ളവർക്കും നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ജാതകാൽ കൂടി നല്ല ദൈവാധീനമുള്ള സമയമാണെങ്കിൽ വെച്ചടി ഉയർച്ച വന്നു ചേരുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം.